ഞങ്ങളിന്ന് സന്ധ്യയ്ക്ക് അടുക്കളയിലാട്ടാ, ഞാനും മോളും. അപ്പം മോള് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അതെന്താ, കൊറിയൻ മാഗി ഉണ്ടാക്കുന്നതാട്ടാ. ഇതല്ലേ നിന്റെ പേര്? കൊറിയൻ BBQ വെജ് കൊറിയൻ BBQ മാഗി. ഇതിനെത്ര രൂപയായിരുന്നു ആളു? ഞാൻ എടുത്ത് നോക്കാണ് ഇപ്പോൾ. ഇതിലുണ്ടായിരുന്ന പാക്കറ്റുകളാട്ടോ ഇതും. പിന്നെ ഇതാ നല്ല റെഡ് കളറിൽ നോക്കിയേ. അറിയില്ല എത്ര വില. കുറേ സാധനങ്ങൾ മേടിച്ചപ്പോൾ അപ്പം അപ്പോൾ അവള് ഈ മാഗി തയ്യാറാക്കുന്നതിൻ്റെ ധൃതിയിലാണ്. ഇതിനിടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വേറൊരു ഡിഷ് ഉണ്ടാക്കാൻ വെച്ചിട്ട് അപ്പുറത്തെ സ്റ്റവിൽ ഡിഷ് ഉണ്ടാക്കാൻ പോകാം. ഇതെന്താ ചെയ്യണമെന്ന് പറയാം. ഈ ചട്ടി വയ്ക്കുക, ഉച്ചയ്ക്ക് മുട്ട വറുത്ത ചട്ടിയാട്ടാ. ഇനി ഞാനിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് കേട്ടോ. ചട്ടിയുടെ കോട്ടിങ്ങൊക്കെ പോയി തുടങ്ങി. അപ്പം വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പം ഇതിലേക്ക് വേപ്പിലിടാം ആദ്യം. നല്ല തിളച്ചിട്ടുണ്ട്. മുളകും ഉപ്പും മഞ്ഞളും മാത്രം കറക്കി വെച്ച ചെമ്മീനുകളാണ് കേട്ടോ ഇടുന്നത്. കേട്ടില്ലേ, ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ സംഭാഷണങ്ങൾ. അപ്പോൾ അപ്പുറത്തെ സ്റ്റവിൽ മാഗിയും ഇപ്പുറത്തെ സ്റ്റവിൽ ചെമ്മീൻ ഫ്രൈയും. എന്താ ആ പാക്കറ്റ് പൊട്ടിച്ചതല്ലേ? പാക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ച് ചേർക്കാൻ ചെയ്യുന്നത്. പറ്റാമോ ഞാൻ ചോദിക്കുന്നത്. ഭയങ്കര റെഡിലുള്ള ആ കളർ എന്താണെന്നറിയില്ല. അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾ ആദ്യമായിട്ട് മേടിക്കുകയാണ് ഇങ്ങനൊരു തരം മാഗി. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ റെഡ് കളറിലുള്ള ഓയിൽ ഇപ്പോൾ എടുത്ത്, അതായത് ഗാർലിക്കിൻ്റെ ഓയിലാണ് തോന്നുന്നത്. അതിന് വേണ്ടിയുള്ളൊരു ബുൾസൈൻ തയ്യാറാക്കി. അവളുടെ ഡിഷ് റെഡി. എൻ്റെ ഡിഷും അതിനോടൊപ്പമായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ബുൾസൈ ഉണ്ടാക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് അപ്പുറത്തെ സ്റ്റേവിൽ. ഞാൻ ചെമ്മീനൊക്കെ മറിച്ചിടണുള്ളൂ. ഈ ചെമ്മീനിൽ ഞാൻ നല്ലോണം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കറിയില്ലല്ലോ ആ ചെമ്മീൻ എത്ര, ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയതാണെങ്കിൽ അറിയില്ല. ഫ്രഷായിരുന്നു, പക്ഷെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കാര്യം കൊണ്ട് ചെറിയ ഡിഫറൻസ്. പിന്നെ ഇതിലേക്ക് സവോള അരിഞ്ഞ് വെച്ചത് ചേർത്ത് വഴറ്റാണ് ഞാൻ ചെയ്യാൻ കേട്ടോ. അതാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഡിഷ്. പിന്നെ വേപ്പില നമ്മൾ ഓൾറെഡി നിരത്തിയിട്ടല്ലോ. ചെമ്മീനിൽ ഉപ്പ് ചേർത്തൊക്കെ വെച്ച കാരണം കൊണ്ട് സവോളയിൽ വഴറ്റുമ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതിൽ തക്കാളി അണിഞ്ഞിടാൻ, മല്ലിയില, വേപ്പില തന്നെ ഇത്തിരി അധികമൊക്കെ ചേർക്കാം. പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. ഞാനതൊന്നും ചേർക്കണില്ല. അപ്പോൾ അതാ റെഡിയായി.
അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഞങ്ങളിനി തിന്നട്ടെ.